ഓവർ തിങ്കിങ് കൊണ്ട് എന്ത് കിട്ടുമെന്നാണ്? നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ പെട്ടിടത്തു നിന്ന് എങ്ങനെ കരകയറും എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് ആ പെട്ടതിനെ കുറിച്ചാണ്. അയ്യോ എനിക്കിതെന്തിനു വന്നു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. അതായത് നമുക്ക് പലപ്പോഴും നമ്മൾ ഇനി ഇതെന്തുകൊണ്ട് സംഭവിച്ചു, നമുക്കിതെന്തിനു വന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് നമ്മളെ ഭീകരമായിട്ട് വിഴുങ്ങുന്നത്. ഇതേ ഓവർ തിങ്കിങ് നിങ്ങളിത് എങ്ങനെയൊക്കെ ഇതിന് ടാക്കിൾ ചെയ്യാം, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാം എന്നത് ചിന്തിച്ച് നോക്കിയേ, കളി മാറും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ്. ഇതിപ്പോൾ നമ്മളറിയാണ്ട് നമുക്കത് പിന്നെ മനുഷ്യൻ്റെ ടെൻഡൻസി എങ്ങനെയാണ്, നമ്മളറിയാണ്ട് നെഗറ്റീവിലോട്ട് കൂടുതലായിട്ട് ടെംപ്റ്റേഷൻ വരും നമുക്ക്. ഇപ്പം നിർത്തൂ. എന്നിട്ട് ഓവർ തിങ്കിങ്ങേ നിർത്തി ഒരെണ്ണത്തിൽ തിന്നിച്ച് അടുത്തയിലോട്ട് പിടിച്ചു, പിന്നെ അവിടെ നിന്ന് പോയി അവിടെ അലമ്പായി ഇവിടെ അലമ്പായി, ഈ ചിന്തകളെല്ലാം കൂടി സ്ട്രെസ് കയറി വല്ലാത്ത നെഞ്ചുവേദന വന്ന് ചുമ്മാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാണ് ഇതിൽ നിന്ന് പുറത്ത് കിടന്നാലേ പറ്റൂ. ഇതിന് വേറെ ആരും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങളേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന പോസിറ്റീവ് വശം ചിന്തിക്കണം. എന്നിട്ട് പിന്നീട് ഭാവിയിൽ നമുക്കിങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം അതും കൂടെ ചിന്തിക്കണം. അതല്ലാണ്ട് എനിക്കിതെന്തിനു വന്നു, എനിക്കിത് വന്ന അയ്യോ ഞാനിത് പെട്ടുപോയി എന്നുള്ള ചിന്തകൾ കാറ്റിൽ പറത്തു. നിങ്ങളവിടെ പറ്റും. പറയട്ടെ പ്രകാശം.